പോകുന്നത്, നമ്മൾ ഇന്നൊരു ട്രിപ്പിനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടത് എല്ലാവരും കണ്ടു കാണും. പൊന്മുടി ട്രിപ്പിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, ഞങ്ങളുടെ കൂടെ കസിൻസും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ബ്ലൂ ബാഗിലാണ് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിരിക്കുന്നത്. ഈ ബാഗിലാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ട്രിപ്പിൽ നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് അധികം ടൈം എടുത്തു എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ഏകദേശം എത്താറായി. ഇതാണ് സ്ഥലം. ഇവിടെ ഒരു ഫിഷ് പോണ്ടൊക്കെ ഉണ്ടായിരുന്നു. റിസോർട്ടിൻ്റെ അകത്ത് ഫിഷ് പോണ്ട് ഉണ്ടായിരുന്നു. ഫിഷ് പോണ്ട്, പിന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പ്ലേ ഗ്രൗണ്ടിൽ 4 സ്വിങ്ങും 2 സ്ലൈഡും ഉണ്ടായിരുന്നു. 2 സ്വിങ് കാണാൻ പറ്റുമോയെന്നറിയില്ല, ബാക്കിലാണ് 2 സ്വിങ് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇതാണ് പ്ലേ ഗ്രൗണ്ട്. ഇപ്പോൾ ഈ പ്ലേ ഗ്രൗണ്ടിൽ നമ്മൾ ആദ്യം വന്നപ്പോഴേ ഇവിടെയാണ് കയറിയത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പ്ലേ ഗ്രൗണ്ടിൽ കയറി. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂളിൽ ഇറങ്ങാൻ പോയി. നമ്മൾ പൂളിൽ ഇറങ്ങാൻ പോയി. അങ്ങനെ പൂളിൽ ഇറങ്ങാൻ വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി പൂളിൽ ഇറങ്ങാൻ വേണ്ടി ഒരു വീട്ടിൽ ഇടുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട്. പിന്നെ ഇതാണ് എൻ്റെ കസിൻ. ഇപ്പോൾ ഊഞ്ഞാലാടിയതാണ് എൻ്റെ കസിൻ. അവനാണ് എനിക്ക് എൻ്റെ ബാക്ക് ടു സ്കൂൾ വീഡിയോ തൊട്ട് ഉള്ള കുറച്ച് കണ്ടൻറ്റൊക്കെ അവനാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ബാക്കിലത്തെ 2 ഊഞ്ഞാൽ. ഇതിപ്പോൾ ഒരു ഊഞ്ഞാൽ, ഇതിൻ്റെ അപ്പുറത്തൊരു ഊഞ്ഞാലും കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഈ റിസോർട്ടാണ്. 1 ഡേ ട്രിപ്പാണ്. ഈ റിസോർട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. 2 കാറിലായിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ പൂളിൽ നടക്കാൻ പോയി. അപ്പോൾ നമ്മൾ പൂളിൽ നടക്കാൻ തുടങ്ങി. 2 പൂള് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയപ്പോൾ 2 പൂളും ഫുള്ളായിരുന്നു. അവിടെ വേറെ ആൾക്കാർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയെന്ന് പറഞ്ഞാൽ വേറൊരു പൂള് ഉണ്ടായിരുന്നു. കറക്റ്റ് സ്ഥലം എനിക്ക് പറയാൻ അറിയില്ല. ഇവിടെ കൂടെ ഇതാണ് ഞാൻ പറഞ്ഞ പൂള്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇപ്പം ഇവിടെ ആഴം വലുതായിട്ട് നിറഞ്ഞിട്ടില്ല വെള്ളം. അതുകൊണ്ട് എല്ലാവർക്കും ഇറങ്ങാമെന്നുള്ള അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി കുറച്ച് സമയം അവിടെ നിന്നു. എന്നിട്ട് വന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പം നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ, അത്ര ദൂരമൊന്നുമില്ല, അടുത്തുള്ള എന്ന് പറഞ്ഞാൽ നല്ല അടുത്താണ്. നമ്മൾ ദൂരെന്ന് പറഞ്ഞ് പോയി, അങ്ങനെയാണ് കാറെടുത്തത്. അടുത്തുള്ള ഒരു കടയിൽ പോയി ചായ കുടിച്ചു. അപ്പോഴിവിടെ പീക്കോക്കൊക്കെ ഉണ്ട്. നല്ല ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു പീക്കോക്കിൻ്റെ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. രാത്രി ഡിന്നറൊക്കെ കഴിച്ചിട്ട് രാവിലെ ഉറങ്ങി കഴിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ വന്നത് തെന്മലയിലാണേ. നല്ല ഒരുപാട് മങ്കീസൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഇതാണ് സ്ഥലം. അങ്ങനെ ഈ അരുവിയിലെ താഴെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. സെക്കൻഡ് ഡേ ആണ്. ഈ അരുവിയിലെ താഴെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്.
മലയുടെ മണ്ണിൽ നിന്ന് വരുന്ന വെള്ളം. അങ്ങനെ നമ്മൾ പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം എടുത്തില്ല. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.